നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗം. പോലീസ് സേനയിലെ ക്രിമിനലുകളെ കോൺഗ്രസ് നേരിടും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പീച്ചി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി ഹോട്ടൽ ഉടമ. മർദ്ദനത്തിനു പുറമെ ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപണം. പണം നൽകിയില്ലെങ്കിൽ പോക്സോ വധശ്രമ വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഹോട്ടൽ ഉടമ. തൃശൂരിലെ പുലിക്കളിക്ക് കേന്ദ്ര സഹായം. ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. ധനസഹായം അനുവദിച്ചത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ DPPH സ്കീമിൽ ഉൾപ്പെടുത്തി. തെരുവു നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടിയുണ്ടാകണമെന്ന് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ. ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂട്ടിവെക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം തുടരും. ഓർഗനൈസേഷൻ 16ാം വാർഷിക ജനറൽ ബോഡി യോഗം പട്ടാമ്പിയിൽ. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം വിപുലമായി ആഘോഷിച്ചു. സമൂഹത്തിന് വഴികാട്ടിയായി ഗുരുദർശനങ്ങൾ. SNDP നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചതയ ദിനാഘോഷം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞതായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇത്തരം കളകളെ പറിച്ചെറിയണം. കളകൾ പറിച്ചെറിയാൻ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധിതരാകും. ഇത്തരം പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് സൂചനയുള്ള സ്റ്റേഷനുകളിൽ വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ആവശ്യപ്പെടുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പോലീസ് സേനയുടെ കുന്നംകുളം നടന്നത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഇത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഈ പീച്ചി സംഭവത്തിലൂടെ തെളിയുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളത്ത് മർദ്ദിച്ചപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ ജീവനക്കാരെയും അതിൻ്റെ ഉടമയുടെ മകനെയുമാണ് മർദ്ദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പോലീസ് നയത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി മർദ്ദനത്തിന് എതിരാണ്, അത് നിയമത്തിനെതിരാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി ഹോട്ടൽ ഉടമ. ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും ഹോട്ടൽ ഉടമ KP ഔസേപ്പ് ആരോപിക്കുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഹോട്ടൽ ഉടമ KP ഔസേപ്പ് രംഗത്തെത്തിയത്. മകനെയും ജീവനക്കാരനെയും SI PM രതീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. മാത്രമല്ല, ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നൽകിയില്ലെങ്കിൽ പോക്സോ വധശ്രമ വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും KP ഔസേപ്പ് ആരോപിക്കുന്നു. സംഭവത്തിന് ശേഷം പോലീസുകാർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഔസേപ്പ് പറഞ്ഞു. SIയെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. കൊടുത്ത പരാതി അപ്പം തന്നെ ഞാൻ ആ പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും മെയിലായും കൊടുത്തു, പിന്നെ രജിസ്റ്റേർഡായും കൊടുത്തു. ഈ 1.5 വർഷത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും നടപടി എടുത്തോ? 1.5 വർഷത്തിനിടയിൽ ഈ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പണം വാങ്ങിയവനെ അറസ്റ്റ് ചെയ്യുകയും അവനെ 2 ദിവസം റിമാൻഡിൽ പോയി. പക്ഷേ ഇവർക്ക് പണം റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ ഇവൻ്റെ വീട്ടിൽ പോയി അവർ സെർച്ച് ചെയ്യാൻ നടത്തി, അവർക്ക് പണം കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അറസ്റ്റ് ചെയ്യാൻ ജാമ്യം കിട്ടുകയും പുറത്തിറങ്ങുകയുണ്ടായി. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കിട്ടി, ഇപ്പോൾ CI ആയി. അദ്ദേഹം എൻ്റെ ജീവനക്കാരെ മർദ്ദിക്കുക, എൻ്റെ മകനെയൊക്കെ ഇതേ രീതിയിൽ അക്രമം ചെയ്ത ഈ പോലീസുകാരന്, ഈ SI PM രതീഷിന് എന്താണെന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. അതായത് കമ്മീഷണർ, നമ്മുടെ ജില്ലാ മേധാവിയുടെ അടുത്ത് എൻ്റെ പരാതി നിലനിൽക്കുന്നു.
എൻ്റെ പരാതി ഞാൻ DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന് ചെറുതുരുത്തിയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ കൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ 16ാം വാർഷിക ജനറൽ ബോഡി യോഗം മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. IAF വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ്ക്കളുടെ ആക്രമണവും വന്യമൃഗശല്യവും തടയുന്നതിന് ഫലപ്രദമായ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാനായിട്ട് വിമാനങ്ങളോ റോക്കറ്റുകളോ ബോംബുകളോ ആയുധങ്ങളോ ഒന്നും വേണ്ട. ശത്രുക്കൾ ചെയ്യുന്നത് ഡ്രഗ്സ് കയറ്റി അയക്കുക, ഫ്രീലി അവൈലബിൾ ആക്കുക, നമ്മുടെ നാട്ടിലെ യുവത്വം നശിപ്പിക്കുക. യുവത്വം നശിച്ചാൽ ഒരു രാജ്യത്തിനും ആരെയും എതിർക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. സ്വന്തം അമ്മയെ ഡ്രഗ്സ് കിട്ടാൻ കാശില്ലാത്ത കാരണം വെട്ടിക്കൊലപ്പെടുത്തുന്നതും എത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് KK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി അംഗം ഡോക്ടർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കുകൾ വിശദീകരിച്ചു. UN എഡ്യൂക്കേഷണൽ വോളണ്ടിയേഴ്സ് ടീം ഇന്ത്യാസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ M രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കർണാടക ലോ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വെങ്കിടാചലപതി സ്വാമി, ഓർഗനൈസേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി P സുലൈമാൻ, ഫിലിം ഡയറക്ടർ മേലാറ്റൂർ രവിവർമ്മ, KT ഹംസ, റിട്ടയർഡ് CBI ഓഫീസർ സേതുമാധവൻ, ഹൈക്കോടതി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് K രാഗേഷ്, അഡ്വക്കേറ്റ് വിദ്യാധരൻ, സംഗീത, നബിൽ നിഷാൻ, അരുണാചലം, ഉദയകുമാർ, ഫാറൂഖ് പെരുമ്പിലാവ്, അജിത് കുമാർ, സോമസുന്ദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേടുപാട് സംഭവിച്ച ഓഫീസ് മാറ്റിസ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ്ക്കളുടെ ആക്രമണം തടയാനും വന്യമൃഗ ശല്യം ഒഴിവാക്കാനും ഫലപ്രദമായ നടപടിയുണ്ടാകണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിവ അലക്ഷ്യമായി കൂട്ടിവെക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 4ാം ഓണനാളിൽ തൃശൂരിൽ നടക്കുന്ന പുലിക്കളിക്ക് കേന്ദ്ര സഹായം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് ധനസഹായം അനുവദിച്ചത്. ഓരോ പുലിക്കളി സംഘത്തിനും 3 ലക്ഷം രൂപ വീതം ലഭിക്കും. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ഡൊമസ്റ്റിക് പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റാലിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലിക്കളിക്ക് ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷപൂർണ്ണം. ഗുരുവിന്റെ 171ാം ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾ എന്നും സമൂഹത്തിന് വഴികാട്ടിയാണ്. എല്ലാത്തരം സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്നു. വിഭാഗീയതകളുടെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. എല്ലാതരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനാണ് ഗുരു പോരാടിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ഗുരു സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വിധിയാണെന്ന് കരുതി മാനസിക അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തൻ ഉണർവ് നൽകി. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവംകോട്ടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ.
പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതി വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന കാലമാണിത്. ഗുരുദേവ ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കാൻ കഴിയണം. മനുഷ്യരാശിയുടെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കാണ് എന്നും ഗുരുദർശനങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ 171ാമത് ജയന്തി പ്രാർത്ഥനാനിർഭരമായ ചടങ്ങുകളോടെയാണ് ലോകമെങ്ങും ആഘോഷിക്കുന്നത്. ഗുരുവിൻ്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും ശിവഗിരി മഠം ശാഖാ സ്ഥാപനങ്ങളിലുമെല്ലാം വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. SNDP നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ രാവിലെ മുതൽ സജീവമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SNDP യോഗം മങ്കര വെള്ള റോഡ് ശാഖയുടെ നേതൃത്വത്തിൽ 171ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. രാവിലെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുസ്മരണയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. യോഗം ഡയറക്ടർ സുരേഷ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റെല്ലാവർക്കും, മറ്റെല്ലാ സമുദായങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരാൻ കൂടി ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുരളിയേട്ടൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 2:30 നമ്മുടെ ശാഖാ പ്രസിഡന്റ് KC ഭരതൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് മുരളീമങ്കര വിശിഷ്ടാതിഥിയായി. വെള്ളപ്പൻ, രാമനാഥൻ, KN കണ്ടുണ്ണി, സുകുമാരൻ, മോഹനൻ കളത്തിൽ, മുരളീധരൻ, KP പ്രമോദ്, പ്രേമ ടീച്ചർ, ചന്ദ്രിക ബാബുരാജ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി സുബിൻ രാജ് സ്വാഗതവും MV സുഭാഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SNDP യോഗം പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ 171ാം ശ്രീനാരായണ ഗുരു ജയന്തി ചതയ ദിനാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും ഗുരുവിന്റെ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ മാങ്കുറിശ്ശി ശാഖയുടെ നേതൃത്വത്തിൽ 171ാമത് ശ്രീനാരായണ ഗുരു ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗുരുപൂജയ്ക്ക് ശേഷം യോഗം ഡയറക്ടർ TC സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് ഘോഷയാത്ര മാങ്കുറിശ്ശി ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KM കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സൂര്യനാരായണൻ കക്കോട്, KS സുദേശ്, VI വേലായുധൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുരോഗമന കലാസാഹിത്യ സംഘം ഷൊർണൂർ യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കാസ മേഖലാ കമ്മിറ്റി അംഗവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KM ലക്ഷ്മണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പൂക്കാസ യൂണിറ്റ് പ്രസിഡന്റ് V ഹേമലത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V വേണുഗോപാലൻ, മേഖലാ കമ്മിറ്റി അംഗം K മുരളി, A സ്വയംപ്രഭ, ജമീല, ബാലരവി, P ഹരിദാസ്, A ആറുമുഖൻ, ഷെറിൽ നാസർ, റോണി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജെറിൻ, നഹാർ, മറിയം, ജമീല, അബ്ദുൽ നാസർ, മാഹിർ ചെറുതുരുത്തി, പ്രസീല, ഷീന, രഞ്ജിത്ത്, U രാഘവൻ, മാളുട്ടി, സിനി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ടായി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നബിദിന ഘോഷയാത്രയിലേക്ക് മാവേലി എത്തി. ആറ്റൂർ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയിലേക്കാണ് ആറ്റൂർ കലാസമിതിയുടെ ഓണാഘോഷ പരിപാടിക്ക് എത്തിയ മാവേലി കടന്നുവന്നത്. ശ്രുതിമാധുര്യം നിറഞ്ഞ പ്രവാചക കീർത്തനങ്ങളും ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടി കടന്നുവന്ന നബിദിന ഘോഷയാത്ര കണ്ടു നിൽക്കുകയാണ് ആറ്റൂർ സെന്ററിലെത്തിയ ഘോഷയാത്രയെ അനുഗമിക്കാൻ മാവേലി എത്തിയത്. അക്ഷരാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി കടന്നുവന്ന മാവേലിയെ കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിക്കുകയായിരുന്നു. ആഘോഷങ്ങൾ ഒന്നിച്ചു വന്നതോടെ
സമൂഹം ഏറെ സന്തോഷത്തിലായിരുന്നു. തന്റെ നാട് സൗഹാർദ്ദത്തിന്റെ നാടാണെന്നും ഈ കേരളത്തിന്റെ മണ്ണ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹനത്തിന്റെയും നന്മ നിറഞ്ഞ സന്മനസ്സരുടെ നാടാണെന്നും മാവേലി പറഞ്ഞു. ഏവരെയും ഒരുപോലെ കാണാൻ കഴിഞ്ഞാൽ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷവും സന്തോഷവും എന്നും മാവേലി അഭിപ്രായപ്പെട്ടു. റോഡിന്റെ ഇരുവശവും കൂടി നിന്ന കാണികളെ അത്ഭുതപ്പെടുത്തിയാണ് മാവേലി എത്തിയത്. മഹല്ല് പ്രസിഡന്റ് OA ഏന്ത്യൻ, സെക്രട്ടറി AM അലി, മഹല്ല് ഖത്തീബ് ഉമ്മർ അൻവരി, KM ഹംസ, അബ്ദുൾ റസാഖ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറ്റൂർ കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. പൂക്കള മത്സരം, സ്പൂൺ റേസ്, ബോട്ടിൽ റേസ്, ഉറിയടി, വടംവലി തുടങ്ങി വിവിധതരം മത്സരങ്ങളാണ് നടത്തിയത്. ഒരു നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മാറുകയായിരുന്നു ഓണാഘോഷം. പരിസരത്ത് നിന്ന് മാറി നിൽക്കുക. പിന്നിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതി, സൈഡിൽ നിൽക്കരുത്. മത്സരാർത്ഥിയുടെ സൈഡിൽ ഒരിക്കലും നിൽക്കരുത്. കയ്യടിച്ചാൽ ഉരുപൊട്ടും. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പൂക്കള മത്സരങ്ങളിലെ വിജയികൾക്ക് 5001 രൂപ ഒന്നാം സമ്മാനവും 3001 രൂപ രണ്ടാം സമ്മാനവും 2001 രൂപ മൂന്നാം സമ്മാനവും നൽകി. കായിക മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. സംഘാടകരായ ബിന്ദു സദൻ, പ്രമീള മുരളി, രാധിക കൃഷ്ണകുമാർ, പ്രശാന്ത്, ശ്രീയേഷ്, ഗഹൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ആഘോഷ പരിപാടികളിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി സെന്റർ അസാസുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. നബിദിന റാലി, മൗലീദ് പാരായണം, ഭക്ഷണ വിതരണം, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. മഹല്ല് ഖത്തീബ് അഷറഫ് ഫൈസി മുതവല്ലി, KS മുത്തുപ്പ, മഹല്ല് പ്രസിഡന്റ് KK മുസ്തഫ, സെക്രട്ടറി M നാസർ, ട്രഷറർ A ഹൈദർ അലി എന്നിവരും മഹല്ല് നിവാസികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും നേതൃത്വം നൽകി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ മുഴുവൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പഞ്ചായത്ത് അംഗത്തിന്റെ സ്വന്തം ചിലവിൽ ഓണക്കോടി വിതരണം ചെയ്തു. തൊഴിലുറപ്പുകാർക്കും മറ്റ് അമ്മമാർക്കുമായി 100 പേർക്കാണ് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് ഓണക്കോടി വിതരണം ചെയ്തത്. അർഹതപ്പെട്ട നിർധനർക്കുള്ള കിറ്റും വീടുകളിൽ തിരുവോണ ദിവസം എത്തിച്ചു നൽകി. എല്ലാ വർഷവും തുടർച്ചയായി ഓണക്കോടിയും ഓണക്കിറ്റും പഞ്ചായത്ത് അംഗം നൽകി വരുന്നുണ്ട്. ഓണക്കോടി വിതരണം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് നിർവഹിച്ചു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, സ്നേഹനിധികളായ എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരന്മാർക്കും ഓണസമ്മാനമായി ഈ സഹോദരന്റെ, ഈ മകന്റെ ഒരു ഓണക്കിറ്റ് നിങ്ങൾക്ക് തരുന്നതിനാണ്. നിങ്ങളെല്ലാവരെയും ഇന്ന് തിരുവോണ നാളിൽ ഒരുമിച്ച് കാണുന്നതിനും നിങ്ങളോട് കുറച്ച് സൗഹൃദം പങ്കിടുന്നതിനുമാണ് ഇന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ ഞാൻ ആദ്യമായി നേരുകയാണ്. CDS മെമ്പർ നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു. സൗമിനി രാമചന്ദ്രൻ, അനുമോൾ പൂളയ്ക്കൽ, രാജീവ്, റിൻഷ, ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല അകലൂർ വെസ്റ്റ് NSS കരയോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി ആധ്യാത്മിക ചിന്ത. ഇന്നത്തെ കാലത്ത് നിരീശ്വരവാദമൊക്കെ പറഞ്ഞു നടക്കും ആൾക്കാർ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് അടുത്ത ശ്വാസം വലിക്കണമെങ്കിൽ ഒരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് ആ ശക്തിയെ നമ്മൾ ആദരിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഏത് വിധത്തിലോട്ടെ. അപ്പോൾ ആധ്യാത്മിക ക്ലാസ് നമ്മുടെ ജനറൽ സെക്രട്ടറി വളരെ നിഷ്കർഷയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്.
ആധ്യാത്മിക പാഠശാല എല്ലാ കരയോഗങ്ങളും നിർബന്ധമായി നടത്തണം. കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KP ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉണ്ണികൃഷ്ണൻ, ശങ്കരനാരായണൻ, രാമചന്ദ്രൻ നായർ, ശിവദാസൻ മാസ്റ്റർ, ശാന്തി ശങ്കരനാരായണൻ, രജിത ബാബു, അജിത എന്നിവർ സംസാരിച്ചു. മുരളീധരൻ സ്വാഗതവും A. കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ, കലാകായിക മത്സരങ്ങൾ, എനർജി പാക്കിംഗ് എന്നിവയുണ്ടായി. വൈകിട്ട് ദേശീയഗാനത്തോടെ സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനേറ്റ മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമാണെന്നും കേരള പോലീസ് പൊതുവെ ജനങ്ങളോട് സൗഹൃദപരമായാണ് ഇടപെടുന്നതെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ പോലീസ് മർദ്ദനത്തിന്റെ പല സംഭവങ്ങളും മൂടിവെക്കപ്പെടുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്. കേരളത്തിലേത് ജനമൈത്രി പോലീസോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ അകാരണമായിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ചില എല്ലാ മേഖലകളിലുള്ള പോലെ ഒന്നോ രണ്ടോ ക്രിമിനൽസുകൾ ചില ഭാഗങ്ങളിൽ കയറിക്കൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മളത് വലുതായി കാണരുത്. അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിച്ചു. 5 പോലീസുകാർക്ക് സസ്പെൻഷൻ വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ സർക്കാർ ഇത് നോക്കാനും അതിനുവേണ്ട അവരുടെക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാർ മുൻകൈയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മാതൃകാപരമായി പെരുമാറുന്ന പോലീസുകൾ ഇഷ്ടം പോലെ 99% നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നല്ല ജനങ്ങളുമായി ജനമൈത്രി പോലീസ് എന്നുള്ള സംവിധാനം വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പെരുമാറുന്ന പൊതുപ്രവർത്തകരോടും പൊതുജനങ്ങളോടും നല്ല രീതിയിൽ പെരുമാറുന്ന പോലീസുകാരുണ്ട്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അത് വേരോടെ പിഴുതെറിയണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സ്വതവേ കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാരും മോശക്കാരാണ് എന്നുള്ള രീതിയിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നിരന്തരമായി പോലീസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പോലീസിൽ ചില ആളുകളുടെ സ്വഭാവത്തിൻ്റെ മോശം അത് നിർത്തലാക്കേണ്ടത് തന്നെയാണ്. അത് വെച്ച് ഒന്നോ രണ്ടോ ആളുകളുടെ പേരിൽ ഈ കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസിനെ മോശക്കാരാക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സംവിധാനം തന്നെ തകരാറാണ് എന്നുള്ള രീതിയിൽ RSSനും BJPക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി ക്രിമിനലുകളെ സംരക്ഷിക്കാതിരിക്കാനും അവരെ പേര് നടപടിയെടുക്കാനുമുള്ള കാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് നിൽക്കുകയല്ലാതെ ഈ സംവിധാനത്തിനെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. കേരള പോലീസിനെതിരായ അപവാദ പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ചില ഒറ്റപ്പെട്ട കാരണങ്ങൾ കൊണ്ട് പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇന്ത്യൻ പോലീസ് സേനയിലെ അതിപ്രഗത്ഭരായ പോലീസുകാരാണ് കേരള പോലീസിനുള്ളത്. സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലുള്ള നൈപുണ്യവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പോലീസിനെയാണ് കേരള പോലീസ്. അതുപോലെ തന്നെ ജനസൗഹാർദ്ദപരമായ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളും വനിതാ പോലീസ് സ്റ്റേഷനുകളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗം. പോലീസ് സേനയിലെ ക്രിമിനലുകളെ കോൺഗ്രസ് നേരിടും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പീച്ചി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി ഹോട്ടൽ ഉടമ. മർദ്ദനത്തിനു പുറമെ ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപണം. പണം നൽകിയില്ലെങ്കിൽ പോക്സോ വധശ്രമ വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഹോട്ടൽ ഉടമ. തൃശൂരിലെ പുലിക്കളിക്ക് കേന്ദ്ര സഹായം. ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. ധനസഹായം അനുവദിച്ചത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ DPPH സ്കീമിൽ ഉൾപ്പെടുത്തി.
തെരുവു നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടിയുണ്ടാകണമെന്ന് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ. ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂട്ടിവെക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം തുടരും. ഓർഗനൈസേഷൻ 16ാം വാർഷിക ജനറൽ ബോഡി യോഗം പട്ടാമ്പിയിൽ. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം വിപുലമായി ആഘോഷിച്ചു. സമൂഹത്തിന് വഴികാട്ടിയായി ഗുരുദർശനങ്ങൾ. SNDP നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചതയ ദിനാഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.